ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കേട്ടോ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എത്ര ചോദ്യം ഉണ്ട്? 25 വരെയുള്ള 21 മുതൽ 25 വരെയുള്ള 5 ചോദ്യം ഉണ്ട്. അതിലേതെങ്കിലും 4 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ 21ാമത്തെ ചോദ്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതായത് നമുക്കറിയാം ഫിക്സഡ് എക്സ്ചേഞ്ചും ഫ്ലെക്സിബിൾ തമ്മിലുള്ള വ്യത്യാസം. അത് വെച്ച് നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ മലയാളം നോക്കുള്ളൂ, ചോദ്യത്തിൻ്റെ മലയാളമാണ്. സ്ഥിര വിനിമയ നിരക്ക് സമ്പ്രദായവും അയവുള്ള വിനിമയ നിരക്ക് സമ്പ്രദായം തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുക, തരം തിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം. ജസ്റ്റ് നിങ്ങളിവിടെ എന്താ പറയുക, വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ഗ്രാഫ് പ്രോപ്പറായിട്ട് വരച്ചാൽ അതിനെ മതിയായിരുന്നു. ഗ്രാഫ് പ്രോപ്പറായിട്ട് വരക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, നമുക്കറിയുന്ന എക്സ് ആക്സും വൈ ആക്സും ഉണ്ടല്ലോ, അത് രണ്ടും വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ആൻസർ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ കാണിച്ചു തരാം. നമ്മൾ ഈ പറഞ്ഞ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും അതേപോലെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നോക്കിക്കൊള്ളണം, ഞാനിവിടെ മാർക്ക് ചെയ്യണേ നമ്മുടെ ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തു. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് കൊടുത്തു, ക്വാണ്ടിറ്റി എന്ന് കൊടുത്തു, ഡിമാൻഡ് കൊടുത്തു, സപ്ലൈ കൊടുത്തു, ഇവിടെയും സപ്ലൈ കൊടുത്തു, ഡിമാൻഡ് കൊടുത്തു. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ലെവൽ നമ്മൾ മാർക്ക് ചെയ്തു, അവിടെ ക്വാണ്ടിറ്റിക്ക് നമ്മൾ ക്യൂ എന്ന് പേര് കൊടുത്തു, ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റിന് ഇ എന്നും പേര് കൊടുത്തു. ഇനി ഇത് ഫ്ലെക്സിബിൾ ആണോ ഫിക്സഡ് ആണോ നമ്മളിങ്ങനെ തീരുമാനിക്കാം. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഇതിന് മിനിമവും മാക്സിമം ലെവൽ ഉണ്ടെങ്കിൽ, ഈ മിനിമവും മാക്സിമം ലെവൽ ഉണ്ടെങ്കിൽ, അതായത് എക്സ്ചേഞ്ച് റേറ്റ് മാക്സിമം എന്ന് പറഞ്ഞിട്ടും അതുപോലെ എക്സ്ചേഞ്ച് റേറ്റ് മിനിമം എന്ന് പറഞ്ഞിട്ടും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, നമ്മുടെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും അല്ലേ. നമ്മളപ്പോൾ ഇതിനെന്താ പറയുക, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഗ്രാഫ് വരക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ അതാണ് ബൈ ഗവൺമെൻറ്. ഒന്നുകിൽ ഗവൺമെൻറ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ആ രാജ്യത്തെ മോണിറ്ററി അതോറിറ്റി ആയിരിക്കും അവിടെ ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കാര്യം, എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ഫിക്സഡ് ലെവലായിരിക്കും എന്ത് പറയുന്നത്, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി അടുത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയുന്ന ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ പേരെന്തായിരുന്നു, ഗോൾഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റം. ഓക്കെ, ഗോൾഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റം. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തത് നമുക്കറിയാം, എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, മുകളിലേക്ക് വേണമെങ്കിൽ കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. അപ്രിസിയേഷൻ ഡിപ്രിസിയേഷൻ വരുന്നതാണ് പറയുന്നത്. അതായത് ഈ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ പേരെന്താണ്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് പറയുക. എന്താ പറയുക, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാരാണ് കൺട്രോൾ ചെയ്യുക, ബൈ മാർക്കറ്റ് ഫോഴ്സസ്. മാർക്കറ്റ് ഫോഴ്സ് പറഞ്ഞാൽ മാർക്കറ്റിലെ ഫോഴ്സുകളായിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും. ആരാണ് മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഓക്കെ, മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈ ആണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കാം. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചിങ് ആണ് അല്ലേ. എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ചേഞ്ച്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ചേഞ്ചസ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ലാസ്റ്റ് വൺ നമുക്കറിയാം എന്താണ്, ഇപ്പോൾ ഇന്ത്യ നിലവിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്താണ്, ഈ പറഞ്ഞ എക്സ്ചേഞ്ച് റേറ്റ് ആണോ. ഓക്കെ, നിലവിൽ ഇന്ത്യ ഫോളോ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഫോളോഡ് ബൈ ഇന്ത്യ. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ നിലവിൽ ഫോളോ ചെയ്യുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് വരിക, പെഗ്ഡ് മാനേജർ ഫ്ലോട്ടിങ് വരും. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്താൽ തന്നെ അതിൻ്റെ മാർക്ക് നല്ല പോലെ സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് പറയാം, ഒന്ന് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. രണ്ടാമത്തെ കാര്യം, ഇവർ വിൽക്കുന്ന വസ്തുക്കൾ എന്തായിരിക്കും, ഹോമോജിനസ് പ്രൊഡക്റ്റ്. ഈ ഹോമോജിനസ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഏകജാതീയമായ ഉൽപ്പന്നങ്ങളായിരിക്കും അവർ വിൽക്കുന്നുണ്ടാവുക. മൂന്നാമത്തെ കാര്യം നമുക്കറിയാം എന്താണ്, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, മാർക്കറ്റിൽ പ്രവേശിക്കാനും പുറത്തു പോകാനുള്ള അവകാശങ്ങളുണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാം, ഇവിടെ തന്നെ ചേർക്കാവുന്ന മറ്റൊരു കാര്യം, പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ ആണ് അല്ലേ. പ്രൈസ് ടേക്കേഴ്സ് അല്ലെങ്കിൽ പ്രൈസ് ടേക്കേഴ്സ് ആണെന്ന് പറയാം. അതേപോലെ നെക്സ്റ്റ് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, നോ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് അല്ലേ. നോ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, നമ്മളതിൻ്റെ മറ്റൊരു പേര് പറയുന്നത് നോ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു 4 എഴുതി വെക്കുക. ഓക്കെ, ഞാനിവിടെ 5 എഴുതി വെക്കുക, നമുക്ക് അഡീഷണൽ ഒരു പോയിന്റ് കൂടി അവിടെ എഴുതിക്കുന്നത്. അഥവാ എന്തെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളതിനെങ്കിലും മാർക്ക് ഇട്ടിരുന്ന എഴുതിയാണ്. അങ്ങനെയാണ് 5 എഴുതി വെക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് 23ാമത്തെ ചോദ്യം, റിയൽ ജി ഡി പിയും നോമിനൽ ജി ഡി പിയും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എഴുതിക്കുക. ആൻഡ് ജി ഡി പി ഡീഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിളായിട്ട് നമ്മളിത് ലൈവിൽ എത്രയോ വട്ടം പറഞ്ഞല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ് യഥാർത്ഥ ജി ഡി പി, എന്താണ് പരമ്പരാഗതമായ ജി ഡി പി എന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ ജി ഡി പി ഡീഫ്ലേറ്റർ ആണല്ലോ ഇക്വേഷൻ തരും നമുക്ക്, ഈസി ആയിട്ടോ നോക്കണേ. റിയൽ ജി ഡി പി എന്ന് പറയുന്നത്, റിയൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ജി ഡി പി ആണ്. എന്താ പറയുക, ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ജി ഡി പി. നമ്മുടെ ഇൻഫ്ലേഷൻ എന്താണ്, അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ജി ഡി പി ആണ് ഈ പറഞ്ഞത്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ജി ഡി പി ആണ് നമുക്ക് പറയാം. അതേപോലെ നെക്സ്റ്റ് ഇത് നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുക, സ്മോൾ ലെറ്റർ ജി ഡി പി എന്ന രീതിയിലാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. നെക്സ്റ്റ് നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ ജി ഡി പി ഡീഫ്ലേറ്ററിൻ്റെ മാത്രം പ്രത്യേകതന് ബേസ് ഇയർ ആണ് നമ്മളിവിടെ നോക്കുക അല്ലേ. ബേസ് ഇയർ ആണ് നമ്മളിവിടെ നോക്കാറുള്ളത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്താ, നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇവിടെ എന്താണ് ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവോ, ഇല്ല, അൺഅഡ്ജസ്റ്റഡ് ടു ഇൻഫ്ലേഷൻ ആണല്ലേ. ഇൻഫ്ലേഷനായിട്ട് എന്തെങ്കിലും
അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ ഇതിനെ സൂചിപ്പിക്കുന്ന ക്യാപിറ്റൽ ലെറ്ററിൽ GDP എന്നാണ് എഴുതി സൂചിപ്പിക്കാറുള്ളത്. മൂന്നാമത്തെ കാര്യം ഇതിന് നമ്മളെന്താ അടിസ്ഥാനമാക്കാറുള്ളത് കറൻറ്റ് ഇയർ ആണ് ചെയ്യാറുള്ളത് അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞാൽ GDP ഡിഫ്ലേറ്ററിൻ്റെ ഇക്വേഷനാണ്. GDP ഡിഫ്ലേറ്ററിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ അറിയാവുന്ന കാര്യമാണ്. GDP ഡിഫ്ലേറ്റർ ഈസിക്വൽ ടു എന്താ വരിക റിയൽ GDP ഡിവൈഡ് ബൈ നോമിനൽ GDP ഇൻറ്റു 100 ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് പരീക്ഷയ്ക്ക് മാറി ചോദിക്കുന്ന ഇതിനെ പഠിച്ചൊക്കെ പറഞ്ഞായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24ാമത്തെ ചോദ്യമാണ്. എ കൺസ്യൂമർ വിത്ത് ഹിസ് ഇൻകം 80 റുപ്പീസാണ് ഒരാളുടെ ഇൻകം. അപ്പോൾ രണ്ട് സാധനം ആപ്പിളും ഓറഞ്ചും അങ്ങനെ ആപ്പിളിന് 10 രൂപ ഏത് കാലത്താണാവോ അല്ലേ. ഓക്കെ, ഓറഞ്ചിന് 5 രൂപ, ആപ്പിളിന് 10 രൂപയും ഓറഞ്ചിന് 5 രൂപയും കിട്ടുന്ന കാലഘട്ടമാണ്. ഏതാണാവോ അറിയില്ല. 80 രൂപ കയ്യിലുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞത് ബജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞത്. ബജറ്റ് ലൈൻ ഇക്വേഷൻ എങ്ങനെ എഴുതുക? സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കുട്ടിൻ്റെ പ്രൈസ് എഴുതുക 10x1 പ്ലസ് രണ്ടാമത്തെ കുട്ടിൻ്റെ പ്രൈസ് എഴുതുക 5x2 ഈക്വൽ ടു ബജറ്റ് ലൈൻ ആയതുകൊണ്ട് ഈക്വൽ ടു 80 എന്ന് എഴുതിയേക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൊറിസോണ്ടലും വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കണ്ടെത്തുക. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? M ഡിവൈഡ് ബൈ P1 ആണ് ചെയ്യേണ്ടത്. M ഡിവൈഡ് ബൈ P1 എന്ന് പറയുമ്പോൾ എത്ര വരിക? 80 ഡിവൈഡ് ബൈ 10 എന്ന് വരും. അപ്പോൾ എത്ര വരും? 8 എന്ന് വരും. അപ്പോൾ 8 യൂണിറ്റ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? M ഡിവൈഡ് ബൈ P2 ആണ് ചെയ്യേണ്ടത്. P2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 ആണ്. അപ്പോൾ 80 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്ര വരും? 20 ആണ് വരിക. സോറി, 20 അല്ല, 16 യൂണിറ്റ് ആണ് വരിക അല്ലേ. 16 യൂണിറ്റ് ആണ് നമുക്ക് വരിക. അപ്പോൾ നമ്മളിവിടെ വാല്യൂസ് കണ്ടെത്തി. 16 യൂണിറ്റും 8 യൂണിറ്റും കണ്ടെത്തി. 16 യൂണിറ്റ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഡ്രോ ദ ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ വരക്കാനാണ് പറഞ്ഞത്. ബജറ്റ് ലൈൻ വരക്കാൻ വളരെ സിമ്പിൾ ആണ്. നോക്കിക്കോളൂ, നമ്മളെന്താ വരക്കേണ്ടത്? ബജറ്റ് ലൈൻ വരക്കാൻ വളരെ ഈസി. നമ്മൾ വരച്ചേക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബജറ്റ് ലൈൻ്റെ വാല്യൂസ് മാത്രം ഒന്ന് കൊടുത്തു വെക്കുക. ഞാനിവിടെ എഴുതാണ്. അതായത് Y ആക്സിൽ വരുന്ന ഗുഡും X ആക്സിൽ വരുന്ന ഗുഡും എഴുതിക്കാം. 8 ഇവിടെ എന്താണ് വരുന്നത്? നമുക്കിവിടെ വരുന്നത് 8 അല്ല 16 ദെൻ 8 ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടിനെയും X വെച്ചിട്ട് നമ്മൾ സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് അവിടെ ഇക്വേഷൻ എഴുതുക 10x1 പ്ലസ് 5x2 ഈക്വൽ ടു 80 എന്ന് എഴുതിയേക്കുക. ഇത്രയുള്ളൂ നിങ്ങളാകെ ചെയ്യേണ്ട കാര്യം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ചോദ്യം. എന്താണ് മലയാളത്തിൽ പറയുന്നത്? 25ാമത്തെ ചോദ്യം ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം പൂർത്തിയാക്കുക. സിമ്പിളായിട്ട് പഠിച്ചാണല്ലേ. സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചാണ്. ABCD എന്ന് പറഞ്ഞാൽ ലൈവിലും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് രാവിലെ തന്നെ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വരിക? നമുക്ക് ഇവിടെ പേര് കൊടുക്കാം. ഫസ്റ്റ് ഹൗസ് ഹോൾഡ് ഫേംസ് എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഹൗസ് ഹോൾഡ് ഫേംസിൽ എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു സർവീസ് കൊടുക്കുന്നു അല്ലേ. നമ്മൾ അതിനെന്താ പറയുക? ഫാക്ടർ സർവീസസ്. എന്താണ് പറയുക? ഫാക്ടർ സർവീസുകൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. പകരമായിട്ട് ഫേംസ് എന്ത് ചെയ്യുന്നു? അവർക്ക് ഫാക്ടർ പേയ്മെൻറ്റുകൾ കൊടുക്കുന്നു. ഫാക്ടർ പേയ്മെൻറ്റുകൾ വേജ് റേറ്റും സാലറി ഒക്കെ കൊടുക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഈ പൈസ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇവർ സാധനങ്ങൾ വാങ്ങുന്നു. പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, ഈ പറഞ്ഞ സാധന സേവനങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ വാങ്ങുന്നു. ആൻഡ് നെക്സ്റ്റ് ഇവർക്ക് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞിരിക്കുന്ന മണി തിരിച്ചു കിട്ടുന്നു അല്ലേ. അതായത് പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ്? പ്രൊവൈഡ് മണി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവർക്ക് ക്യാഷും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന മണി നമ്മുടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ്വിമാന സെക്ടറുകളിൽ. മലയാളത്തിൽ എന്താ ചോദ്യം? യെസ്, ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹത്തെ പൂർത്തീകരിക്കാനാണ് പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞ 5 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ആ 5 ചോദ്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് അതിൻ്റെ ഫുൾ മാർക്ക് അടിച്ചിട്ടുണ്ടാകുന്ന പ്രതീക്ഷയാണ് നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബി. ഓക്കെ, ബൈ.